നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. വരുന്ന ഏപ്രിൽ മാസത്തിലെ പഞ്ചമിതിഥി അപ്ഡേറ്റ് പറയാം. വളർപ്പിറ പഞ്ചമിയാണ്. ഏപ്രിൽ 2 ബുധനാഴ്ചയാണ് വരുന്നത്. സോ നിങ്ങൾ പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 7 മണി വരെയാണ്. അതിനുശേഷം വരുന്ന പേരുകൾ എനിക്ക് എടുക്കാൻ സാധിക്കില്ല. നമ്മുടെ വീഡിയോസ് തുടർന്ന് കാണുന്നവർക്ക് പഞ്ചമിതിഥി പൂജ വഴിപാട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാം. അതിൻ്റെ ബെനിഫിറ്റ്സും അറിയാം. പ്രൊസീജിയർ എങ്ങനെ പേരുകൾ കൊടുക്കണം ഇതെല്ലാം തുടർന്ന് കാണുന്നവർക്ക് അറിയാം. എന്നാൽ നിങ്ങൾ പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞങ്ങൾക്കും പേരുകൾ കൊടുക്കണം, പ്രൊസീജിയർ അറിയണം. അങ്ങനെയെങ്കിൽ വീഡിയോയിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. റിപ്ലൈ ആയിട്ട് ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഫസ്റ്റിൽ എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വേണ്ടും പക്ഷത്തിൽ നിങ്ങളുടെ പേരുകളും കൊടുക്കാവുന്നതാണ്. അങ്ങനെ പേര് കൊടുക്കുന്നവർ പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം ഇവ ടൈപ്പ് ചെയ്ത് അയയ്ക്കുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് ആയിട്ട് ഇട്ടോളുക. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എളിമയാർന്ന പരിഹാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ മികവാർന്ന പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വർക്കൗട്ടായി കിട്ടും. നോർമലി നമ്മൾ അമ്മൻ കോവിലിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഉപ്പും കുരുമുളകും ഒക്കെ മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ വഴിപാടിന് വേണ്ടിയ പൊരുൾകൾ ഉപ്പും കുരുമുളകുമാണെന്ന്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോവാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. എന്തിനു വേണ്ടിയാണ് ഈ ഉപ്പ്, കുരുമുളക് ഇവ രണ്ടും മിക്സ് ചെയ്ത് വയ്ക്കുന്നതെന്നാൽ നമുക്ക് പിടിച്ച കഷ്ടങ്ങൾ എല്ലാം ശരിയാക്കി തരാനുള്ള ശക്തി ഉപ്പിനും ഉണ്ട്, കുരുമുളകിനും ഇരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് കരുതി ഉപ്പും കുരുമുളകും വയ്ക്കുന്നുവോ ആ പ്രശ്നം വന്നിട്ട് തീർച്ചയായും ശരിയാവും എന്നൊരു ഐതിഹ്യം ഇരിക്കുന്നതിനാലെയാണ് എല്ലാ കോവിലിലും നമ്മൾ നോക്കുമ്പോൾ ഉപ്പും കുരുമുളകും വച്ചിരിക്കുന്നത്. വേറൊന്ന്, ഇത് കേരളത്തിൽ എത്രത്തോളം എന്നെനിക്കറിയത്തില്ല, ബട്ട് നമ്മുടെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര സൈഡിലുള്ള ഏത് കോവിലിൽ പോയാലും നമുക്കിത് കാണാവുന്നതാണ്. ഇതേ ഉപ്പും കുരുമുളകും വെച്ച്, അതായത് കല്ലുപ്പും കുരുമുളകും ഇത് വച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഒരു നെയ്ദീപം വയ്ക്കുമ്പോൾ ഒത്തിരി പവർഫുള്ളായിട്ട് അത് വന്ന് വർക്കൗട്ടാവും. ഇനി ഇത് ഏത് ദിവസം ചെയ്യണമെന്നാൽ അങ്ങനെ പ്രത്യേകിച്ച് ദിവസം എന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് എപ്പോൾ മനസ്സിൽ തോന്നുന്നുവോ ആ ദിവസം നിങ്ങൾ ചെയ്തോളുക. വ്യാഴം, വെള്ളി, ശനി എക്സെട്ര നിങ്ങൾക്ക് ഏത് പറ്റുന്ന ദിവസം ഉണ്ടോ അത് ചെയ്തോളുക. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഈ പതിവ് ഇന്ന് കാണുന്നവർ ഇന്ന് തന്നെ ചെയ്തോളുക. കാരണം നല്ല കാര്യങ്ങളൊന്നും മാറ്റി വയ്ക്കരുത്. വരാഹിയമ്മയെ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ചെയ്തോളുക. നിങ്ങൾക്കിത് നല്ലൊരു റിസൾട്ട് കൊണ്ടുതരും. ഇന്ന് തേഴ്സ്ഡേ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇത് തുടർന്ന് 5 വീക്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിന് റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. ചില പേർക്ക് ഇത് ചെയ്ത് 3 വീക്സിലും 2 വീക്സിലും ഒക്കെ റിസൾട്ട് വന്നിട്ടുണ്ട്. 5 വീക്സ് ചെയ്തോളുക. അങ്ങനെ വരാഹി അമ്മയ്ക്ക് നേർച്ച പറഞ്ഞ് നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുക. അമ്മ നിങ്ങളുടെ ആഗ്രഹം നടത്തിത്തരും. അത്രയും ഇതൊരു പവർഫുള്ളായിട്ടുള്ള മെത്തേഡാണ്. ഇനി ഇത് ഏത് ടൈം ചെയ്യണമെന്നാൽ നോക്കിക്കൊള്ളുക. ഈവനിങ് വൈകുന്നേരം 6:30 മേലെ, അതായത് ആഫ്റ്റർ 6:30 PM. ഓക്കെ, 9
6:30 PM മുന്നേ, അതായത് 6:30-നും 9:30-നും ഇടയ്ക്ക് രാത്രി. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ ദീപം വച്ച് കഴിഞ്ഞിരിക്കണം. ഒത്തിരി ശക്തിയുള്ള ഒരു ദീപ വഴിപാടാണിത്. സോ നിങ്ങൾ ഈ ടൈമിൽ വന്നിട്ട് ദീപം വെച്ചോളുക. ഇത് എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഒരു ബൗൾ എടുത്തോളുക. ബൗളില്ലാത്തവർ ഒരു തട്ടായാലും മതി, ഒരു പ്ലേറ്റ് ആയാലും മതി, അതെടുത്തോളുക. അതിലേക്ക് ബ്ലാക്ക് പെപ്പറും കല്ലുപ്പും എടുത്ത് വയ്ക്കാനായിട്ട്. ഇത് ഒന്നായിട്ട് മിക്സ് ചെയ്യാതെ തനിയായിട്ടാണ് വെക്കേണ്ടത്. ഒരു സൈഡിൽ ബ്ലാക്ക് പെപ്പറും ഒരു സൈഡിൽ ഉപ്പും. സോ രണ്ടും ഓരോ സൈഡിലായിട്ട് വെച്ചോളുക. ലെഫ്റ്റ് സൈഡിൽ പെപ്പർ, റൈറ്റ് സൈഡിൽ സോൾട്ട്, അങ്ങനെയൊന്നുമില്ല. രണ്ട് സൈഡിൽ വയ്ക്കണം, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ലെഫ്റ്റിൽ വയ്ക്കാം, ഇഷ്ടമുള്ളത് റൈറ്റിൽ വയ്ക്കാം. കാണുന്നുണ്ടല്ലോ, ഇതുപോലെ നിങ്ങൾ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു മൺവിളക്ക് വയ്ക്കുക. മൺവിളക്കിലേക്ക് നിങ്ങൾ എന്താ ചെയ്യുക, ഒരു നെയ്ദീപമാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. അതിനാലെ നെയ്യ് ഒഴിച്ച് തിരിയിട്ടോളുക. ദീപം വയ്ക്കുക. ഇത് ഈ 6:30 PM-നും 9:30 PM-നും ഇടയ്ക്ക് വയ്ക്കുന്നത് ഒത്തിരി പവർഫുള്ള്. 9:30 വരെ ദീപം കത്തിയിട്ടിരുന്നാലും ഒരു കുഴപ്പവുമില്ല. എന്നാൽ അധികപക്ഷം ഒരു 1 hour അല്ലെങ്കിൽ 2 hours കത്തിയാലും മതി. 1 hour കുറയാതെ ദീപം കത്തണം. നെയ്യ് കുറയുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. 9:30-ക്കുള്ളിൽ വച്ച് മുടിക്കുക, അത്രയേ ഉള്ളൂ. ഇത് വന്നിട്ട് കണ്ടിന്യൂസ്ലി ചെയ്യണം. അത് ഇന്നിപ്പോൾ തേഴ്സ്ഡേ ചെയ്യുന്നവരാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഇതുപോലെ തന്നെ തേഴ്സ്ഡേ ചെയ്യുക. ഇങ്ങനെ ഒരു 5 weeks നിങ്ങൾ കണ്ടിന്യൂസ്ലി വരാഹി അമ്മയെ പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ ഒരു മന്ത്രവും ചൊല്ലിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. മന്ത്രം ഞാൻ പറയാം. വേറെ ഒന്നുമില്ല, ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇത് ഇന്ന് തേഴ്സ്ഡേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ തുടർന്ന് 5 weeks തേഴ്സ്ഡേ വ്യാഴാഴ്ച തന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യം തീർച്ചയായും നടന്നു കിട്ടും. അത്രയ്ക്കും ശക്തി വന്നിട്ട് ഈ കുരുമുളക് ദീപത്തിന് ഇരിക്കുന്നുണ്ട്. ദീപം വച്ച് എടുത്തതിന് ശേഷം ആഫ്റ്റർ 9:30 PM നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ വിളക്കും ഉപ്പും കുരുമുളകും അങ്ങനെ തന്നെ ആ ബൗളിൽ അതുപോലെ തന്നെ വെച്ചോളുക. എടുത്ത് കളയുകയോ വേസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് പറയുന്നത് ഇനി ഡൗട്ട് വരാം, എടുത്തിട്ട് നെക്സ്റ്റ് ടൈം പുതിയ മുളകും പുതിയ സോൾട്ടും ഒക്കെ വയ്ക്കണമെന്ന് ഡൗട്ട് വരാം. അങ്ങനെയൊന്നും പുതിയത് വയ്ക്കണമെന്നില്ല. അതെല്ലാം ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ദീപത്തിലിരിക്കുന്ന നെയ്യ് മാത്രം അതിൽ തീർന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് വീക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വന്നിട്ട് അതിൽ നെയ്യ് മാത്രം ഊറ്റിക്കൊള്ളുക. എത്ര വീക്സ് നിങ്ങൾ കരുതി ചെയ്യുന്നുവോ അത് ഒരു 5 weeksനുള്ളിൽ ശരിയാക്കി തരൂ എന്ന് വരാഹി അമ്മയോട് പ്രാർത്ഥിച്ച് നേർച്ച വയ്ക്കുന്ന ആ ടൈം വരെയും ഇത് അങ്ങനെ ഇരിക്കട്ടും. ശരിയാ? ഇനി അമ്മയുടെ ഒരു മന്ത്രം ചൊല്ലണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? മന്ത്രം നോട്ട് ചെയ്ത് വെച്ചോളുക. ഇതാണ് അമ്മയുടെ മന്ത്രം. ഈ മന്ത്രം വന്നിട്ട് നിങ്ങൾ കുറഞ്ഞത് ഒരു 9 തവണയെങ്കിലും ചൊല്ലിക്കൊള്ളുക. ഓം ലൂം ഉന്മത്തവാരാഹി നമോ നമഃ. ഓം ലൂം ഉന്മത്തവാരാഹി നമോ നമഃ. ഓം ലൂം ഉന്മത്തവാരാഹി നമോ നമഃ. ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം. ഇപ്പോൾ ഈ ആഴ്ച നമ്മൾ ഇന്ന് വ്യാഴാഴ്ച ചെയ്യുന്നു, ഇനി നെക്സ്റ്റ് വീക്ക് വ്യാഴാഴ്ച തന്നെ ചെയ്യണോ അതോ വേറൊരു ദിവസം ചെയ്യണോ എന്നുള്ള ഡൗട്ട് വരാം. അങ്ങനെ പാടില്ല. വ്യാഴാഴ്ച എന്നാൽ അടുത്ത വീക്കും വ്യാഴാഴ്ചയെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ വേറെ ഏത് ദിവസമായിരുന്നാലും അതേ ദിവസം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഈ തട്ട് എവിടെ സൂക്ഷിക്കണം വെച്ചാൽ പൂജാമുറിയിൽ വെച്ചോളുക. ഇനി പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ അതുപോലെ ശുദ്ധബദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ നിങ്ങളിത് വച്ചോളുക. കാരണം 5 ആഴ്ച 5 weeks ഇത് നന്നായിട്ട് സൂക്ഷിച്ചോളുക.
5 വീക്സിനുള്ളിൽ നിങ്ങൾക്ക് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. 5 വീക്സ് തീർന്ന അപ്പുറം നിങ്ങൾ ഇതെടുത്തിട്ട് ഉപ്പ് വന്നിട്ട് വെള്ളത്തിൽ കരച്ച് വിടുക. മനസ്സിലായല്ലോ? കുരുമുളക് കാൽപെടാത്ത ഇടത്തിലേക്ക് എറിഞ്ഞു കളയുക. ഇത് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് അതിശയമായി തോന്നും. ഇന്ന് വ്യാഴാഴ്ച, മറക്കാതെ ദീപത്തെ വയ്ക്കുക. ടൈം ഓർത്തുകൊള്ളുക. നിങ്ങൾ കരുതുന്ന, നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങളുടെ ആഗ്രഹം അത് കട്ടായം നടന്നേ തീരും. വരാഹി അമ്മ അത് നിങ്ങൾക്ക് നടത്തി തന്നിരിക്കും. ഈ ദീപത്തിന് വന്നിട്ട് അത്രയ്ക്കും ഒരു മഹാശക്തി ഇരിക്കുന്നുണ്ട്. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എനിക്ക് കമൻറ്റിൽ പറഞ്ഞോളുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. മാത്രമല്ല ഒരു ലൈക്ക് കൂടെ തരണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.